രാവിലെ കിട്ടും കേട്ടോ. അതൊക്കെ താമേ പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നില്ല ആളിന്. ക്ഷമ കെട്ടിരിക്കുന്നു. ഓ കണ്ടോ, അയ്യ അമ്മ ഇനി അമ്മയ്ക്ക് ജോലിയൊക്കെ ആയിരിക്കും കേട്ടോ എന്ന് വിചാരിച്ച് കുഞ്ഞിൻ്റെ കിടപ്പുണ്ട്. അപ്പോൾ അവന് മീൻ തടുക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ഇതാ എടുത്ത് ഞാൻ കൊടുക്കുക. പെടിക്കിരിയും കൊടുത്ത് എന്നാ വന്നപ്പോഴേ കൊടുത്ത് അതിനോട് കടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ആ പാത്രത്തിൽ. ഇന്ന് പെടിക്കിരിയും ഒന്നും വേണ്ട, അവന് പച്ച മീൻ മതി. കണ്ടില്ലേ, അവന് ഞാൻ കരുതി വെച്ചിരുന്ന മീനെ കണ്ടില്ലേ, പെടിക്കിരിയും കിടക്കും അതിനകത്ത്. അപ്പോൾ ഒരാളിവിടെ അകത്തിരിപ്പുണ്ടോ, അമ്മ ഇനി കുട്ടുചേട്ടൻ്റെ പുറകെ നടക്കുമോ കണ്ടില്ലേ. ഈ സമയത്ത് പുറത്തൊരാൾ പോയായിരുന്നു, ഇവിടുത്തെ വില്ലാളി വീരൻ ദാ വന്ന് നിൽക്കുന്നു. കുറെ ഉണ്ട്. ഈ സമയത്ത് ഒരാൾ പുറത്ത് ചാടിയിട്ടുണ്ട്. കിട്ടുചേട്ടൻ ടിൻഡു ചേട്ടനെ തിരക്കി പോയതാന്ന് തോന്നുന്നു, കിളിയെ പിടിക്കാനും കൂടെ. കണ്ടില്ലേ, എന്തോ പറയാന് രാവിലത്തെ ഒരു വൈവേ. കിളിയെ പിടിക്കാൻ ഞാൻ പറയാണ് കാല് കഴുകാതെ കയറ്റരുതെന്നവനെ. അങ്ങനെ പുറത്ത് പോയിട്ട് വന്ന കാല് വീഴല്ലേ വന്ന് നിൽക്കും അടുക്കള വാതക്കൽ. ഞാൻ പറഞ്ഞു മോനെ അവിടെ നിൽക്കി കാല് കേട്ട. അപ്പം ഈ സമയത്ത് ആള് മോളിൽ നിന്ന് ഇറങ്ങി വന്ന് രസമോള് ചേട്ടനെ നോക്കി നിന്നായിരുന്നു കേട്ടോ. അതാ വന്നു, അതാ വേണണ്ടാ. പിന്നെ മോനെ ചേച്ചി കുളിപ്പിച്ച് ദേഹമൊക്കെ കഴുകി അവൻ്റെ ബെൽറ്റ് വെള്ളത്തിൽ കിടക്കും കേട്ടോ. ചെളിയായിട്ട് വന്ന് ഇന്നലെ അത് വെള്ളത്തിലിട്ടിരുന്ന് കഴുകി വെച്ചിട്ട് ഉണങ്ങിയില്ല. അങ്ങനെ കഴുകി കണ്ടല്ലേ. എന്നിട്ട് കുഞ്ഞിന് പഠിക്കുകയുമൊക്കെ കൊടുത്ത് മറ്റേ കിട്ടും അവിടെ നിന്ന് കഴിക്കുന്നുണ്ട്. വീണ്ടും മീൻ കൊടുത്ത് വെള്ളത്തി ചേട്ടൻ്റെ അടുത്ത് വന്ന് കിടന്നു. ഇങ്ങനെയാണ്. അപ്പം കുഞ്ഞും ചേട്ടനും കൂടെ മുറ്റത്തൊക്കെ നടക്കുമ്പം കിട്ടും അവിടെ ഉള്ളതുകൊണ്ട് ടിൻറ്റുമോനും കൂടെ നിൽക്കുകയാണ്. ഇപ്പം കിട്ടുമൊന്നും ചെയ്യത്തൊന്നുമില്ല, എങ്കിലും ടിൻറ്റുമോനൊരു വിശ്വാസമില്ല. കണ്ടില്ലേ, ഈ സമയത്ത് ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. ടിൻറ്റുമോൻ രാവിലെ പോയ വഴി താണ്ട ടിൻറ്റുമോൻ്റെ അനിയത്തിയായിരുന്നു. കാലൊക്കെ മുറിഞ്ഞു വന്നില്ലേ, പുള്ളിക്ക് പെടിഗിരി വിട്ടു കൊടുക്കുകയാണ്. ഭയങ്കര സ്നേഹമാണ്, സുന്ദരിയാണ്. എന്താ കാലാണ്ട കാലാണ്. ഞാൻ ഓർത്ത് കണ്ട കാലെല്ലാം നമുക്കും പെടിഗിരിമൊക്കെ കൊടുത്ത് സന്തോഷമായിട്ടൊക്കെ കഴിച്ച് ഞാൻ ഓർത്ത് എൻ്റെ മോള് രക്ഷപ്പെടത്തില്ല. അല്ലേ ഒരു സന്തോഷം നമുക്ക്. ഞാൻ മരുന്ന് കൊടുത്ത് കരിച്ചെടുത്ത് ഇപ്പോഴാ പിന്നെ നീ പോയിക്കോ മോള്, നീ പോയിക്കോ കേട്ടാ, നീ പോയിക്കോ കേട്ടാ, പോയിക്കോ. ഇനി നാളെ വാ, പോ.